നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു അപൂർവ ജനുസിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരർത്ഥത്തിൽ മരണവുമായിട്ടും പോരാട്ടം നടത്തുകയും അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ശ്രദ്ധിച്ചാൽ അറിയാം, ജീവിതത്തിലുടനീളം ആദ്യം തൊട്ട് അവസാനം വരെ ഓരോ സന്ദർഭത്തിലും ശക്തമായി ഓരോ പ്രശ്നങ്ങളോടും പോരാടിക്കൊണ്ട്, അത് ചിലപ്പോൾ രാഷ്ട്രീയ പ്രശ്നമാകാം, ചിലപ്പോൾ സാമൂഹ്യ പ്രശ്നമാകാം, സാംസ്കാരിക വിഷയങ്ങളാവാം, ഏത് കാര്യത്തിലും ഈ പോരാട്ടം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഭാവമായിരുന്നു. അത് അന്ത്യം വരെയും അദ്ദേഹം നടത്തി. മരണത്തോട് പോലും കീഴടങ്ങാനായിട്ട് അദ്ദേഹം പെട്ടെന്ന് കൂട്ടാക്കിയില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു നമുക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലെല്ലാം ധാരാളം സങ്കീർണമായ പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ, സംഘടനാപരമായ പ്രശ്നങ്ങൾ, സാമൂഹ്യപരമായ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നൊരു ഘട്ടത്തിലായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എന്നെ പ്രവർത്തിക്കാനായിട്ട് നിയോഗിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ, നിയമസഭാ പ്രസംഗങ്ങളിൽ, അതുപോലെ പ്രസ്താവനകളിലെല്ലാം വേണ്ട ആവശ്യമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ എന്തു പറഞ്ഞു കഴിഞ്ഞാലും അതിനപ്പുറത്തേക്ക് ആ പ്രശ്നത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അസാധാരണമായ ഭാവനാശേഷിയും ഒരു ജീവിത ബോധവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് 7ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം നമ്മുടെ എല്ലാം വലിയ അക്കാദമിക് പണ്ഡിതന്മാരെക്കാൾ മികച്ച രീതിയിൽ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെയെല്ലാം കാണാനും വിലയിരുത്താനും കഴിയുന്ന ഒരാളായിരുന്നു VS. അതാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഇത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിലൊക്കെ പ്രസംഗിക്കുമ്പോൾ, ഇപ്പോൾ 80കളിലും 90കളുടെ ആദ്യമൊക്കെ പ്രസംഗിക്കുമ്പോൾ 1.5 മണിക്കൂറായിരുന്നു പ്രസംഗം. അരമണിക്കൂർ സാർവദേശീയ പ്രശ്നം, അരമണിക്കൂർ ദേശീയ പ്രശ്നം, അരമണിക്കൂർ സംസ്ഥാന രാഷ്ട്രീയം. പക്ഷെ അത് കഴിഞ്ഞ് കാലം മാറിയതിനനുസരിച്ച് സ്വന്തം ചിന്താഗതികളെയും സ്വന്തം ഈ പ്രവർത്തന രീതിയെയും പരുവപ്പെടുത്തിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അവസാന കാലത്തൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നത് 15 മിനിറ്റ് 20 മിനിറ്റാണ്. പറയേണ്ട കാര്യങ്ങൾ മാത്രം ഏറ്റവും അർത്ഥവത്തായി, ഏറ്റവും ശക്തമായ ഭാഷയിൽ ഒരു നല്ല കമ്മ്യൂണിക്കേറ്ററായിരുന്നു. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി അത് ആരാണോ കേൾവിക്കാർ അവരിലേക്ക് ശരിക്കും പറഞ്ഞാൽ എറിഞ്ഞു പിടിപ്പിക്കത്തക്ക തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹം കഴിഞ്ഞു.